ഹായ് എവരിബഡി, എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. കോവിഡാണ് എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിലിരിക്കുന്നതും ഞാൻ നിങ്ങളുടെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നതും. ഓക്കെ, അപ്പോൾ നമ്മളെ ചാപ്റ്ററിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്താം നോക്കാം. ഒന്നാമത്തേത്, യു ആർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ. നിങ്ങളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടറാണ്. ആൻഡ് യു ഹാവ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കിട്ടുന്നു, ടു ടോക്ക് ടു ആൻ സള്ളിവൻ. ആൻ സള്ളിവൻ എന്ന് പറയുന്ന ഹെലൻ കെല്ലറുടെ ടീച്ചറാണ്. ആ ടീച്ചറുമായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടി. ദ ടീച്ചർ ഓഫ് ഹെലൻ കെല്ലർ. റൈറ്റ് ഡൗൺ ദ പ്രാബബിൾ ക്വസ്റ്റ്യൻസ്. പ്രാബബിൾ എന്ന് പറഞ്ഞാൽ സാധ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആസ് ഷോൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഇതിൽ ഉള്ളൊരു ആൻസേഴ്സും. റിപ്പോർട്ടർ: മാഡം, കുഡ് യു ടോക്ക് അബൌട്ട് യുവർ ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് ഹെലൻ? ഹെലനുമായിട്ടുള്ള ആദ്യത്തെ മീറ്റിങ്ങിനെ കുറിച്ച് കുഡ് യു ടോക്ക്, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ? അപ്പോൾ ആൻ പറയാണ്, ഓ ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ്. അൺഫോർഗറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഫോർഗറ്റബിൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വയ്ക്കുക. അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് എന്നുള്ളത് നോക്കാം. അൺഫോർഗറ്റബിൾ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അൺഫോർഗറ്റബിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടർ: ക്യാൻ യു ഗിവ് അസ് മോർ ഡീറ്റെയിൽസ്? കുറച്ചുകൂടി ഡീറ്റെയിൽസ് എന്തെങ്കിലും പറഞ്ഞു തരാമോ? അപ്പോൾ ആൻ സള്ളിവൻ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ എഴുതണം. ഷീ വാസ് ദ ഹെലൻ കെല്ലർ, ഷീ വാസ് വെരി ടിമിഡ്. ടിമിഡ് എന്ന് പറഞ്ഞാൽ നാണം കുടുങ്ങി എന്നാണ് അർത്ഥം. വെരി ടിമിഡ്. അതുപോലെ തന്നെ പാസീവ് എന്താണ്? ആരോടൊന്നും എന്ത് ചെയ്യാത്തത്, സംസാരിക്കാത്ത ഒരാളാണ് എന്ത് വിളിക്കുക? പാസീവ് എന്ന് പറയുന്നത്. ആൻഡ് എൻട്രോവേർട്ട്. ഇങ്ങനെയുള്ള ഒരാളെ എന്താക്കി മാറ്റണം? ഇനി എക്സ്ട്രോവേർട്ടാക്കി എന്ത് ചെയ്യണം? മാറ്റുകയാണ് എന്ത് ചെയ്യുന്നത്. ദെൻ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, ഹൗ വുഡ് യു ചേഞ്ച് ഹെയർ ക്യാരക്ടർ? എങ്ങനെയാണ് നിങ്ങൾ അവളുടെ ക്യാരക്ടർ എന്ത് ചെയ്തത്? ചേഞ്ച് ചെയ്തത്. അപ്പോൾ ആൻ എന്ത് പറയണം? ഓവിങ് ടു പറഞ്ഞാൽ അത് മൂലനാട്ട് അർത്ഥം പറയുന്നത്. ഓവിങ് ടു ദി തറോ പറഞ്ഞാൽ നല്ല ട്രെയിനിങ്ങോട് കൂടിയിട്ട് എന്ത് ചെയ്തു? എനിക്ക് കഴിയുമായിരുന്നു. ഐ കുഡ് ഇംപ്രൂവ് ഹെർ സെൻസിറ്റീവ് സ്കിൽസാണ് അവൾക്ക് എന്ത് ചെയ്തത്? കൂടുതൽ ഉഷാറായിട്ട് മാറിയത്. ദെൻ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, എന്തായിരുന്നു? വാട്ട് വാസ് ഹെലൻ കെല്ലേഴ്സ് വിഷ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം. എന്തായിരുന്നു ഹെലൻ കെല്ലറുടെ ആഗ്രഹം? ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാൻ പറ്റും. എന്തായിരുന്നു ഹെലൻ കെല്ലറുടെ? വാട്ട് വാസ് ഹെർ വിഷ്? എന്തായിരുന്നു ഹെലൻ കെല്ലറുടെ ആഗ്രഹം? അപ്പോൾ ആൻ സള്ളിവൻ പറയണം, ഹെർ വിഷ് ഈസ് ഓക്കെ, അത് വേണ്ട, നമുക്കത് ഉപയോഗിക്കേണ്ട. അവളുടെ വിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർമ്മിച്ച് വെക്കുക. അവളുടെ വിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർ വിഷ് ഈസ്, അല്ല ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ ഇത് എഴുതണമെന്നില്ല, നോക്കാം. ഷീ വാണ്ട്സ് ടു ബിക്കം എ ഹ്യൂമൻ ബീയിങ്. She wants to become a human being. ഒരു ഹ്യൂമൻ ബീയിങ് ആവണമെന്നാണ് അവളുടെ ആഗ്രഹം. വിത്ത് ദ പവർ ഓഫ് ഓൾ സെൻസസ്. എല്ലാ സെൻസുള്ള ഒരു പവറുള്ള ഒരാളാകണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 2 ആണ്.
Helen imagine that Helen Keller's mother, Helen Kellerയുടെ അമ്മ is writing her diary after the arrival of Annie Sullivan. ആനി സള്ളിവൻ്റെ അറൈവലിന് ശേഷം ഹെലൻ കെല്ലർ എന്ത് ചെയ്യാണ്, ഹെലൻ കെല്ലറുടെ അമ്മ ഒരു ഡയറി എഴുതുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഡയറി ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്ന് ചെയ്തു തരും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. വേർഡ് വുഡ് ഷീ ഹാവ് റിട്ടൺ, എന്താണ് അവൾ എഴുതുക, എബൌട്ട് ദ ടീച്ചർ, ടീച്ചറെ കുറിച്ച്, ആൻഡ് ഹെർ ചൈൽഡിനെ കുറിച്ചും, ഹെർ ഡൗട്ട്സ്, അവളെ ഡൗട്ട്സ്, അതുപോലെ നിരാശകൾ, ആൻഡ് ഹോപ്സ്, പ്രതീക്ഷകൾ, ആൻഡ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ഹെർ ചൈൽഡ്, അവളെ ചൈൽഡിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചും എന്താണ് എഴുതുക എന്നുള്ളത്. അപ്പോൾ ഒരു ഡയറി നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഡയറി നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ലെറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഡയറി ഞാൻ തരും. അപ്പോൾ ആ ഡയറി നോക്കിയാൽ മതി. ഇതിൽ ഒന്നുമില്ല, സാധാരണ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അവൾ എന്താണ് ടീച്ചറോടും അവളെ കുട്ടിയെക്കുറിച്ചൊക്കെ എന്താണ് അവൾ എഴുതുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ദെൻ അടുത്തത് ആക്ടിവിറ്റി 3, ദ ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ ചേഞ്ച്ഡ് അലോട്ട്, ചേഞ്ച്ഡ് മാറി, അലോട്ട് ധാരാളം, ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ഹെർ ടീച്ചർ, അവളുടെ ടീച്ചറിൻ്റെ അറൈവലിന് ശേഷം, എത്തിച്ചേരലിന് ശേഷം. ആനി സള്ളിവൻ, ടീച്ചറായ ആനി സള്ളിവൻ, ദ ടീച്ചേഴ്സ് ഇൻസ്പിറേഷൻ, ടീച്ചറുടെ പ്രതീക്ഷ, ഹെൽപ്ഡ് ഹെലൻ, ഹെലനെ എന്ത് ചെയ്തു, സഹായിച്ചു, ഹെൽപ്ഡ് ഹെലൻ റീച്ച് ഗ്രേറ്റർ ഹൈറ്റ്സ്, നല്ല ഉയരങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ, എത്തിച്ചേരാൻ. പ്രിപ്പയർ എ സ്പീച്ച്, ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുക, ഓൺ ദ റോൾ ഓഫ് എ ടീച്ചർ, ഒരു ടീച്ചറുടെ റോള്, ആസ് എ മോട്ടിവേറ്റർ ആൻഡ് മെൻറ്റർ, മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഉപദേശകൻ, ഒരു ഉപദേശകൻ്റെ റോളിലും ഒരു മോട്ടിവേറ്റർ എന്നുള്ള നിലയിലും എങ്ങനെയാണ് ഹെലൻ കെല്ലറെ എന്ത് ചെയ്യുന്നത്, ഇൻസ്പയർ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്പീച്ച് തയ്യാറാക്കാനാണ്. അപ്പോൾ ഒരു സ്പീച്ച് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ എഴുതിത്തരും. അത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ദെൻ ആക്ടിവിറ്റി 4 കളക്ട് റിപ്പോർട്ട്സ് ഫോർ, അത് വേണമെന്നില്ല, റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ന്യൂസ് പേപ്പറിൽ നിന്നും, ജേർണൽസ്, അതുപോലെ മാഗസിന്, ഇതിൽ നിന്നൊക്കെ. ജേർണൽസ് പറഞ്ഞാൽ പത്രമാധ്യമങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഓഫ് ദ സ്പെഷ്യൽ ഒളിമ്പിക്സ്, ഈ സ്പെഷ്യൽ ഒളിമ്പിക്സ് എന്താണെന്ന് അറിയാം, മെൻ്റലി അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അവരാണ് ഈ പറയപ്പെടുന്ന ആളുകൾ. ഫോർ ദ handicapped and news items about the success and achievement of the different abled person, അതായത് സക്സസ് ആൻഡ് അച്ചീവ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ സക്സസ് ഉണ്ട്. ഓഫ് ദ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്, വ്യത്യസ്തരായ ആളുകളുണ്ടാവും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, അതായത് മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, അതിൽ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അടുത്തതായിട്ട് അടുത്ത പേജ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നോക്കാം, നമ്മൾ എന്താണ് എഴുതിയിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ പാസേജ്, ആ പാസേജിൽ എന്ത് ചെയ്യുക, സെൻറ്റൻസ് നോക്കുക. ഐ എസ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ് വിത്ത് വിച്ച് മൈ മദർ ട്രൈ ടു സൂത്ത് മീ. ഈ സൂത്ത് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സൂത്ത് എന്നുള്ളത് നോക്കാം. സൂത്ത് എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക എന്നാണ്. മീ ഇൻ മൈ വാക്കിംഗ് അവേഴ്സ് ഓഫ് ഫ്രട്ട് ആൻഡ് പെയിൻ, ഫ്രട്ട് ആൻഡ് ഫീവർ എന്ന് പറയും. ഭയങ്കര സങ്കടത്തോടെയും ദുഃഖത്തോടു കൂടിയിട്ടും ഞാൻ എന്ത് ചെയ്യണേ, ആൻഡ് അഗണി ആൻഡ് ബെവിൽമെൻറ്റ്, ഓക്കെ, ബെവിൽഡ്മെൻറ്റ്. ഈ ബെവിൽഡ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആകെ അന്താളിക്കുക, അല്ലെങ്കിൽ ആങ്ഷ്യസ് ആവുക, ഉത്കണ്ഠ ഉണ്ടാവുക എന്നുള്ള വാക്കാണ് പറയുന്നത്. ഡു യു നോ ദ എക്സാക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ് ബെവിൽമെൻറ്റ്? ബെവിൽഡ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ എക്സാക്റ്റ് കൃത്യമായ മീനിങ് എന്താണ്? ലെറ്റ്സ് സീ, നമുക്ക് കാണാം. ഹൗ ദ മീനിങ് ഓഫ് ദിസ് വേർഡ് ഈസ് ഗിവൺ ഇൻ ദ ഡിക്ഷണറിയിൽ ഈ വേർഡ്സിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കുക. ബിവിൽഡ് എന്നുള്ള വാക്കാണ് അവിടെ വന്നിരിക്കുന്നത്. അതായത് ഒരു പെർപ്ലക്സ് ആവുക അല്ലെങ്കിൽ അന്താളിക്കുക എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അല്ലെങ്കിൽ ലൊസ്റ്റ് മൈൻഡ്, നമുക്ക് ലൊസ്റ്റ് ആവുക, നഷ്ടപ്പെടുക, കൺഫ്യൂസ്ഡ് ആവുക എന്നുള്ള വാക്കൊക്കെ ബിവിൽമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അന്താളിക്കുക, പെർപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ അന്താളിക്കുക എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ. പിന്നെ മെൻ്റൽ കൺഫ്യൂഷൻ, മാനസികമായിട്ടുള്ള നമ്മുടെ കൺഫ്യൂഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. What are the items given in this entry? ഇതിലൂടെ എന്തൊക്കെ ഐറ്റംസ് ആണ് നൽകുന്നത്, എന്തൊക്കെ സംഭവങ്ങൾ നമ്മളെ ഈ പറയപ്പെട്ട സംഭവങ്ങളിലുണ്ട്. അത് സ്പെല്ലിങ്, പ്രൊനൗൺസിയേഷന്, നമ്മൾ സ്പെല്ലിങ് മാത്രമല്ല പ്രൊനൗൺസിയേഷൻ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ വൊക്കാബുലറി, നല്ല ഹൈ ഫ്രീക്വൻസി വേർഡ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെ പറഞ്ഞുതരാൻ നോക്കാം. ഇപ്പോൾ ഹൈ ഫ്രീക്വൻസി വേർഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഹൈ
ഫ്രീക്വൻസി വേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈ ഫ്രീക്വൻസി വേർഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഷെവ് എന്ന് പറയുന്ന വാക്ക്, ഷോ എന്ന് പറയുന്ന വാക്കിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, എക്സിബിറ്റ് എന്ന് പറയുന്നൊരു വാക്ക് എന്ത് ചെയ്യാം, വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലായ്പ്പോഴും ഷോ എന്നല്ലേ പറയുക, പക്ഷേ അതിന് പകരം നമുക്ക് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് ആണ് എന്ത്, എക്സിബിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ദ ഗിവൺ വേർഡ്സ് ഗിവൺ ബിലോ ആർ ടേക്കൺ ഫ്രം ദ പാസേജ്, റെഫർ ടു ഡിക്ഷണറി ആൻഡ് ദയർ മീനിങ് ഓഫ് സ്പീച്ച് ആൻഡ് മേക്ക് സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിതായിട്ടുള്ള സെൻറ്റൻസുകൾ എന്ത് ചെയ്യാനാണ്, ഉണ്ടാക്കാനാണ് നിങ്ങളോട് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പറയുന്നത് പ്ലഞ്ച്. പ്ലഞ്ച് പറഞ്ഞാൽ ഊളിയിടുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ പ്ലഞ്ച്ഡ് ഇൻ ടു ദ പൂൾ. പൂൾ പറഞ്ഞാൽ കുളം. ഐ പ്ലഞ്ച്ഡ് ഇൻ ടു ദ പൂൾ എന്ന് പറയുന്നത്. പിന്നെ അൺകോൺഷ്യസ്, അബോധാവസ്ഥയിലാവുക. അപ്പോൾ ഐ ലോസ്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അൺകോൺഷ്യസ് ആയി എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ലോസ്റ്റ് മൈ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ്നെസ് എന്നല്ലേ അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മൈ അൺകോൺഷ്യസ്നെസ് എന്നുള്ളത് പറഞ്ഞാൽ മതി. മൈ അൺകോൺഷ്യസ്നെസ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. മൈ അൺകോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അബോധാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേർബായിട്ട് ഉപയോഗിക്കാം. ഹി വാസ് അൺകോൺഷ്യസ്, അദ്ദേഹത്തിന് എന്തായി മാറി, അദ്ദേഹം അൺകോൺഷ്യസ് ആയിട്ട് മാറി. മൈ അൺകോൺഷ്യസ്, എൻ്റെ അബോധാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളെപ്പോഴും അൺകോൺഷ്യസ് ആവുക, അബോധാവസ്ഥയിലാവുന്ന എപ്പോഴാണ്, നമ്മൾ ഉറങ്ങുമ്പോൾ അബോധാവസ്ഥയിലാവും. ഓക്കെ, അപ്പോൾ അതാണ് അൺകോൺഷ്യസ്നെസ് പറയുന്നത്. പിന്നെ സെൽഫ് അസേർട്ടിങ്. ഇപ്പോൾ ഐ ആം എ സെൽഫ് അസേർട്ടിങ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഐ ഹാവ്, ആം മാറ്റിയിട്ട് എന്താക്കുക, ഐ ഹാവ്, എനിക്കുണ്ട്. എ സെൽഫ് അസേർട്ടിങ്, ഒരു സ്വയം കോൺഫിഡൻസ് ഉള്ള എന്നുള്ള അർത്ഥമാണ് എന്ത് ചെയ്യുന്നത്, സെൽഫ് അസേർട്ടിങ് എന്ന് പറയുന്നത്. എനിക്ക് ഒരു സെൽഫ് അസേർട്ടിങ് പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ് അർത്ഥം. ഐ എം ഗോയിങ് ടു എന്ത് ചെയ്യുന്നുണ്ട്, സീസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോപ്പ് ചെയ്യുക, നിർത്തലാക്കുക എന്നുള്ള അർത്ഥമാണ് സീസ് എന്നുള്ള വാക്കുകൊണ്ട് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. എന്ത് ചെയ്യുന്നുണ്ട്, ഐ എം ഗോയിങ് ടു, ഷീ ഈസ് ഗോയിങ് ടു സീസ് ഹെർ ബിസിനസ്. സീസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് അർത്ഥം, സ്റ്റോപ്പ് ചെയ്യുക, നിർത്തലാക്കുക എന്നുള്ള അർത്ഥമാണ് അതിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അംഗീകരിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഐ റെക്കഗ്നൈസ്ഡ് ഹെർ, ഞാൻ അവളെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അംഗീകരിച്ചു എന്നാണ് എന്ത് ചെയ്യുന്നത് അതിൽ പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ് അർത്ഥം. മെനി ഓഫ് ദ ജോയ്സ് പറഞ്ഞാൽ സന്തോഷം, ആൻഡ് സോറോസ് ആഹ്ലാദം, ഓഫ് ചൈൽഡ്ഹുഡ് പറഞ്ഞാൽ കുട്ടിക്കാലം, ഹാവ് ലോസ്റ്റ് അത് നഷ്ടപ്പെട്ടു, ദയ പൊയിനൻസി അപ്പോൾ അവരുടെ ആ സമയത്ത് അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആൻഡ് മെനി ഇൻസിഡൻസ് ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ് ഇൻ മൈ ഏർലി എഡ്യൂക്കേഷൻ ഹാവ് ബീൻ ഫോർഗോട്ടൺ ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഗ്രേറ്റ് ഡിസ്കവറീസ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നുണ്ട് അവരുടെ ആ ഒരു കുട്ടിക്കാലത്ത് അവരുടെ ആ പൊയിനൻസി, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. ആൻഡ് മെനി പല ഇൻസിഡൻസ് എന്താണ്, പല സംഭവങ്ങളും ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ്, ഒരു വൈറ്റലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ച് വെക്കുക, വൈറ്റൽ. ഓക്കെ, നോക്കാം. അപ്പോൾ വൈറ്റൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട, വൈറ്റൽ എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അവ രണ്ടും അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം. ഇൻ മൈ ഏർലി എഡ്യൂക്കേഷൻ, എൻ്റെ ആദ്യകാലത്തെ, ഹാവ് ബീൻ ഫൊഗോട്ടൺ അത് ഞാൻ മറന്നുപോയി, ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ആവേശത്തിൽ, ഓഫ് ഗ്രേറ്റ് ഡിസ്കവറീസ് ആ വലിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട്. ദീസ് വേർഡ്സ് ആർ ഫോംഡ് ബൈ ആഡിങ്, ഈ വാക്കുകളെ കൂടെയൊക്കെ ബൈ ആഡിങ് ആഡ് ചെയ്തിട്ടുണ്ട് എന്ത്, സം സഫിക്സസും ഉണ്ട്. ഇൻ ദ എൻഡ് ഓഫ് റൂട്ട് വേർഡ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദോസ് റൂട്ട് വേർഡ്സ് ആൻഡ് സഫിക്സസ് ആൻഡ് ഹൗ ദേ ക്യാൻ ബി കമ്പൈൻഡ്. ഇതെങ്ങനെയാണ് ഈ റൂട്ട് വേർഡ്സ് നമ്മൾ നോക്കണം.
പിന്നെ ഹൗ ദേ ക്യാൻ ബി കമ്പൈൻഡ്, എങ്ങനെയാണ് ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇൻ സം വേർഡ്സ് സഫിക്സസ് ആർ ആഡഡ് ആഫ്റ്റർ ഡ്രോപ്പിംഗ് ദ ലാസ്റ്റ് ലെറ്റർ ഫ്രം ദ റൂട്ട് വേർഡ്. സഫിക്സസ് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നു ആഫ്റ്റർ ഡ്രോപ്പിംഗ് ദ ലാസ്റ്റ് ലെറ്റർ. ലാസ്റ്റ് ലെറ്ററിനെ ചിലപ്പോൾ ലാസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും, ഒഴിവാക്കിയിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ ജോയിൻ്റെ കൂടെ നമ്മൾ എന്താക്കി, എസ് കൂട്ടി. ഇപ്പോൾ നമ്മളിപ്പോൾ സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം, ഹാപ്പീൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നെസ് ചേർക്കുന്നു. അപ്പോൾ എന്തായി, ഹാപ്പിനെസ്. ഓക്കെ, അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇനി പ്രഫിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സിന് മുമ്പ് വരുന്നതാണ്. അതായത് പ്രഫിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഹാപ്പി. അപ്പോൾ ഹാപ്പിൻ്റെ കൂടെ ഹാപ്പിയാണ് ഇവിടെ എന്ത് വിളിക്കുന്നത്, ഫിക്സ് വേർഡ് അല്ലെങ്കിൽ എന്ത് വിളിക്കുന്നത്, റൂട്ട് വേർഡ് എന്നെന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. പിന്നെ അതിൽ വേറെ വരുന്നതാണ് ഇൻഫിക്സ് എന്ന് പറയുന്നുണ്ട്. അതാണ് മദർ ഇൻ ലവ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫാദർ ഇൻ ലവ്. അപ്പോൾ ഇതിവിടെ പറയുന്നുണ്ട്. ദെൻ അടുത്തത് അതിൽ പറയുന്നത് ചൈൽഡിൻ്റെ കൂടെ നമ്മൾ ഒരു ഇത് കൂടി ചേർത്തപ്പോൾ ചൈൽഡ്ഹുഡായിട്ട് മാറി. അവിടെ ഡി സൈലൻ്റായി, മീൻസ് പറയുന്നില്ല. ദെൻ ഇമ്പോർട്ടൻസ് എന്നായി, ഫൊഗോട്ടൻ എന്നായി, എക്സൈറ്റ്മെൻറ്റ് എന്നായി, ഡിസ്കവറീസ് എന്നെന്ത് ചെയ്തു ആയി മാറുകയാണ്. നൗ ഐഡൻറ്റിഫൈ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി വിച്ച് ഹാവ് ഡിഫറെൻറ്റ് സഫിക്സസ്. ചിലതൊക്കെ ഡിഫറെൻറ്റ് സഫിക്സസ് ഇവിടെ എന്ത് ചെയ്യലുണ്ട്, ചേർക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചത്. നെസ്, ING, എസ്റ്റ്, സെപ്പറേറ്റിംഗ് ദ റൂട്ട് വേർഡിനെ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുപാട് റൂട്ട് വേർഡും സഫിക്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണാറുണ്ട്. എന്തായാലും നമ്മൾ അത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ്, പോകുന്ന സമയത്ത് നമുക്ക് കുറേ വാക്കുകൾ കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വാക്ക് പറയുന്നില്ല, ഏത് വാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേർക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ലൗഡ്ലി എന്ന് പറയുന്നൊരു വാക്ക്, അപ്പോൾ ലൗഡ്ലി, അങ്ങനെ ഇഷ്ടം പോലെ വാക്കുകളുണ്ട്. നമുക്ക് അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ദെൻ അടുത്തത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ ലെസൺ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, അതിൽ പല വാക്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അൺകോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് അണ്ടർലൈൻഡ് വേർഡ്സ് ടേക്ക് ദ പ്രിഫിക്സ് അൺ. അപ്പോൾ പ്രിഫിക്സ് എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. ഓപ്പോസിറ്റ് ഇൻ മീനിങ് ഓഫ് ദ റൂട്ട് വേർഡ്സ് ഈസ് കോൾഡ് എന്ത് വിളിക്കുന്നത്, പ്രിഫിക്സ്. ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു മീനിങ് ആണ് സാധാരണ എന്ത് ചെയ്യൽ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയലല്ലേ. ഇപ്പോൾ ഏബിൾ എന്ന് പറയുന്നൊരു വാക്ക്, ഏബിൾ. അപ്പോൾ ഡിസേബിൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, കഴിയാതിരിക്കുക എന്ന് പറയുന്നത്. അതേസമയം അതുപോലെ ഡിസേബിൾ അല്ല, അണേബിൾ എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇനേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കഴിയും, അത് പോസിറ്റീവാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ദെൻ അപ്പോൾ അത് ഈ പറയപ്പെടുന്ന വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അതർ പ്രഫിക്സസ് ദാറ്റ് ആർ ഓഫൺ യൂസ്ഡ് ടു ഫോം ദ ആൻറ്റണിം നോക്കണം. ആൻറ്റണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് ആണ്. അതിൻ്റെ ആൻറ്റണിം ഉണ്ട്, സിനോണിം ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആണ്. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം മീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത് വിളിക്കുന്നത്, ആൻറ്റണിം എന്ന് വിളിക്കുന്നത്. ആൻറ്റണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് ആണ് അവിടെ എന്ത് ചെയ്യുക, വരിക. ആൻറ്റണിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് മീനിങ്. ദെൻ അടുത്തത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് റൂട്ട് വേർഡ്സ് എടുക്കുക. എന്നിട്ട് ആൻറ്റണിമാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ദെൻ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ആക്ടിവിറ്റി 3 ആണ്. റീഡ് ദ ക്ലൂസ് ടു നെയിം ദ നൗൺസ് ഇൻ ഈച്ച് ലിസ്റ്റ്. ദെൻ ഫൈൻഡ് നൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ഇത് ചെയ്യാൻ നോക്കണം കേട്ടോ. ഞാനിത് എഴുതി തരുന്നുണ്ട്, നിങ്ങളത് എഴുതിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, വിട്ടു തരണം. ഞാൻ അവിടെ പറഞ്ഞുതരാം. എ പേഴ്സൺ ഹൂ ടീച്ചസ് ഇൻ ക്ലാസ് റൂം എന്നെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആരാണ് എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിന് കണ്ടെത്തണം കേട്ടോ അത്. അപ്പോൾ അത് കണ്ടെത്തണം, മറക്കരുത്. ഒന്നാമത്തെ ഏതാണ്, ടീച്ചർ. രണ്ടാമത്തത് യുവർ പാരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാഡ് ആൻഡ് മദർ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മദറും ഉണ്ട് ഡാഡും ഉണ്ട്. യുവർ പാരൻസ്, മദർ. അപ്പോൾ ഇവിടെ 2 വേർഡ്സ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 6 വാക്കുണ്ട്. അപ്പോൾ എന്താണ്, മദർ, പിന്നെ
ഡാഡ് അല്ലെങ്കിൽ ഫാദർ എന്ന് പറയുന്നത് ഉണ്ടാവും. മദർ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഫാദർ അതിലുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല, അതാണ് സത്യം. എ പേഴ്സൺ ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് 13 to 19, ടീനേജർ. പീപ്പിൾ ഹൂ സിങ്, അപ്പോൾ സിംഗേഴ്സ്. പിന്നെ ഇത് നമ്മളിവിടെ ഓൾറെഡി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇത് കണ്ടോ ഓണ്ട് എന്നുള്ളത്, ഇതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. എ പ്ലേസ് വേർ യു ബൈ തിങ്സ് ഫ്രം, അപ്പോൾ സ്റ്റോറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യലുണ്ട്, ഇത് വാങ്ങാറുണ്ട്. എ പ്ലേസ് വേർ യു ഗോ ടു ലേൺ, അത് നമ്മൾ സാധാരണ രീതിയിൽ എന്താ പറയല്, സ്കൂൾ. ദെൻ എ പ്ലേസ് വേർ യു ഗോ ടു ഈറ്റ്, റെസ്റ്റോറൻറ്റ്. ഈ സാധനങ്ങളൊക്കെ അവിടെ ഇതിലുണ്ട്, പസിലായിട്ട് നിങ്ങൾ ഇരുന്ന് എഴുതി നോക്കണം. ദ പ്ലേസ് വേർ യു ലൈവ്, ദാറ്റ് മീൻസ് യുവർ ഹോം അല്ലെങ്കിൽ ഹൗസ്. എ പ്ലേസ് വേർ പ്ലെയിൻസ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡ്, എയർപോർട്ട്. എ വെഹിക്കിൾ വിത്ത് 2 wheels, സൈക്കിൾ. ദെൻ സംതിങ് യു യൂസ് ടു ക്യാരി ഗ്രോസറീസ്, അത് സ്റ്റോറും ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോസറി ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ എന്താണെന്നുള്ളത് നോക്കേണ്ടി വരും. ഹോം, ഓക്കെ, അതിൽ ഒരു മിനിറ്റ്. എ പ്ലേസ് വേർ യു ഗോ ടു ലേൺ, യു ബൈ. എ പ്ലേസ് വേർ യു ബൈ തിങ്സ് ഫ്രം. അടുത്തത് എ പ്ലേസ് വേർ സംതിങ് യു യൂസ് ടു ക്യാരി ഗ്രോസറീസിന് കൊണ്ടുവരുന്നത്, അത് സാധാരണ രീതിയിൽ സാക്കൊക്കെയാണ് എന്ത് ചെയ്യൽ ഉണ്ടാകാറുള്ളത്, അല്ലെങ്കിൽ കവർ വരാറുണ്ട്. അതൊന്ന് നോക്കി വെക്കുക കേട്ടോ, കവർ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. എ ഫ്രൂട്ട് ദാറ്റ്സ് ഓഫൺ റെഡ് ആൻഡ് ഇസ് യൂസ് ടു മേക്ക് പീ ആൻഡ് ജ്യൂസ്, അതിൻ്റെ പേര് ആപ്പിൾ. സംതിങ് യു യൂസ് അറ്റ് ഡിന്നർ ടൈം ദാറ്റ് കംസ് വിത്ത് ചെയേഴ്സ്, ടേബിൾ. സംതിങ് ഫ്ലഫി ദാറ്റ് ഫ്ലോട്ട്സ് ഇൻ ദ സ്കൈ, ക്ലൗഡ്. ഇനി ക്ലൗഡ്സ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കുക. ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്കത് എന്ത് ചെയ്യണം, അയച്ചു തരണം, മറക്കരുത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. ദെൻ അടുത്തതായിട്ട് നോക്കാം, ആക്ടിവിറ്റി 4. Read the sentences given below. The task of writing an autobiography. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ആത്മകഥ എന്നാണ് കേട്ടോ. ഓട്ടോബയോഗ്രഫിൻ്റെ അർത്ഥം എന്താണ്, ആത്മകഥ. ഇറ്റ് സീംസ് വെരി അൺറിയൽ ലൈക്ക് നൈറ്റ്മെയർ എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നം എന്ന് പറയുന്നത്. ഈ അണ്ടർലൈൻഡ് വേർഡ്സ് ഒക്കെ കോമ്പൗണ്ട് വേർഡ്സ് ആണ്. കോമ്പൗണ്ട് വേർഡ്സ് ആർ ഫോംഡ് ബൈ കമ്പൈനിങ് 2 noun. 2 നൗണുകൾ കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുക പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓട്ടോ എന്ന് പറയുന്ന നൗണും ബയോഗ്രഫി എന്ന് പറയുന്ന നൗണും കൂടെ കൂടിച്ചേർന്നപ്പോൾ എന്തായിട്ട് മാറി, അതിനാണ് എന്ത് വിളിക്കുക, കോമ്പൗണ്ട് വേർഡ്സ്. കിട്ടിയോ, കോമ്പൗണ്ട് ചെയ്തത്, കൂടിക്കലർന്ന വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ ഹൗസ് എന്ന് പറയുമ്പോൾ എന്തായി, ഗ്രീനും ഹൗസും. ഹാർട്ട് സാറ്റിസ്ഫൈയിങ് എന്ന് പറയുന്നതോ ഹാർട്ടും സാറ്റിസ്ഫൈയും. ഇവിടെ ഹാർട്ട് സാറ്റിസ്ഫൈയിങ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് വേർഡ്സുകളാണ്. അതുകൊണ്ട് തന്നെ അത് സിംഗിൾ വേർഡ്സ് എന്ത് ചെയ്യാണ്, ചില സമയത്തൊക്കെ അത് ഹൈഫൺ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അത് നോക്കും. ഇപ്പോൾ നമുക്ക് ഹാർട്ട് സാറ്റിസ്ഫൈയിങ് കണ്ടോ, ഇതാണ് ഹൈഫൺ എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. നൗ റീഡ് ദ ഓട്ടോബയോഗ്രഫി ആൻഡ് കളക്ട് ദ കോമ്പൗണ്ട് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി. ഇത് എന്ത് ചെയ്യണം, പ്രിസൺ ഹൗസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇവിടെ ഏതാണ് ഓട്ടോബയോഗ്രഫി, ഏതാണ് ഹെലൻ കെല്ലറുടെ ഓട്ടോബയോഗ്രഫി. അപ്പോൾ പ്രിസൺ ഹൗസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, കോമ്പൗണ്ട് വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് എഴുതാൻ പറ്റും. ഇതിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ചില വാക്കുകൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സെൽഫ് അസേർട്ടിങ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ ഒരുപാട് കോമ്പൗണ്ട് വേർഡുകളുണ്ട്. വൈറ്റ് ഹൗസ്, ഗ്രീൻ ഹൗസിന് പകരം വൈറ്റ് ഹൗസ് പറയാം. അങ്ങനെ കോമ്പൗണ്ട് വേർഡ്സുകൾക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കൃത്യമായിട്ട് പറഞ്ഞിരേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ അടുത്തത് എന്താണ് സാധനം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ദെൻ അടുത്തത് ആക്ടിവിറ്റി 1. ടേക്ക് എ ലുക്ക് അറ്റ് ദീസ് സെൻറ്റൻസ്. ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ്. ദ വിമൻ പെയിൻസ് ദ ചൈൽഡ്സ് എക്സ്പീരിയൻസ്. ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ്. എൻ്റെ അമ്മയുടെ മടിയിൽ നിന്നും, ലാപ്പ് എന്ന് പറഞ്ഞാൽ മടിയാണ്, മടിയിൽ നിന്നും ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ്. എൻ്റെ അമ്മയുടെ മടിയിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു, സ്ലിപ്പായി പോയി, വഴുതി വീണു. ദ വിമൻ പെയിൻസ് ദ ചൈൽഡ്സ് എക്സ്പീരിയൻസ്. ആ കുട്ടിയുടെ അനുഭവങ്ങൾ വിമൻ എന്ത് ചെയ്യുന്നുണ്ട്, പെയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ സ്ലിപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഡിഡ് പ്ലസ് സ്ലിപ്പാണ് എന്ത് വിളിക്കുന്നത്, സ്ലിപ്ഡ് എന്നെന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡു പ്ലസ്
സ്ലിപ്പാണ് എന്ത് സാധാരണ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഡസ് പ്ലസ് സ്ലിപ്പാണ് എന്ത് വിളിക്കുന്നത് സ്ലിപ്സ് എന്ന് വിളിക്കുന്നത്. ഡെഡ് പ്ലസ് സ്ലിപ്പാണ് എന്ത് ചെയ്യുന്നത് സ്ലിപ്ഡ് എന്ന് വിളിക്കുന്നത്. കേട്ടോ, പെയിൻസ് എന്നുള്ളത് ഡസ് പ്ലസ് പെയിൻ്റ് ആണ്. അപ്പോൾ ഈ ഓരോ സെൻറ്റൻസിലും എന്ത് ചെയ്യുന്നുണ്ട് ആക്ഷൻ നടക്കുന്ന സമയത്ത് ഓരോ സെൻറ്റൻസിലും നമ്മളിപ്പോൾ ആക്ഷൻ നടത്തുന്ന സമയത്ത് അതേത് ടെൻസാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ് ദ ആക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റിലാണ് അത് ആക്ഷൻ എന്ത് ചെയ്തിട്ടുള്ളത് നടന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ ആക്ഷൻ നടന്നിരിക്കുന്നത് എവിടെ പാസ്റ്റിലാണ്. ആൻഡ് ഹെൻസ് വി യൂസ് സ്ലിപ്ഡ്. ബൈ ദ സെക്കൻഡ് സെൻറ്റൻസ് ദ ആക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻറ്റിലാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസൻറ്റ് ഫോമിലാണ് പെയിൻസ് എന്ത് ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ പ്രസൻറ്റ് സെൻറ്റൻസ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ടു ഡിസ്ക്രൈബ് തിങ്സ് ദാറ്റ് ആർ ഓൾവേസ് ട്രൂ. സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്താ ഉപയോഗിക്കുക? ഈ പറയപ്പെട്ട പ്രസൻറ്റ് ടെൻസ് ആണ്. സിറ്റുവേഷൻസ് ദാറ്റ് എക്സിസ്റ്റ് അറ്റ് പ്രസൻറ്റിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിൽ ഗോ ഓൺ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. കൃത്യമായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യില്ല പറ്റില്ല. എക്സാമ്പിൾ, ജിഷ പ്ലേസ് ദ വയലിൻ ബ്രില്യൻ്റ്ലി. ജിഷ എപ്പോഴും എന്ത് ചെയ്യലുണ്ട് വയലിൻ നല്ല അടിപൊളിയായിട്ട് വായിക്കാറുണ്ട്. അതൊരു സത്യമായ കാര്യമാണ്, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ട്രീസ് ഗ്രോ മോർ ക്വിക്കലി ഇൻ സമ്മർ ദാൻ ദ വിൻ്റർ സീസണിനേക്കാളും കൂടുതൽ മരങ്ങൾ വളരുന്നത് എവിടെയാണ്? സമ്മർ സീസണിലാണ്. ഫോർ എ സിംഗുലർ തേർഡ് പേഴ്സൺ സബ്ജക്റ്റ്, അതായത് സിംഗുലറായ തേർഡ് പേഴ്സൺ സബ്ജക്റ്റ് വരുമ്പോൾ ഏതൊക്കെയാണ്? ഹീ, ഷീ, ഇറ്റ്, റാണി തുടങ്ങിയ വാക്കുകൾ വരുമ്പോൾ എസ്ഒ അല്ലെങ്കിൽ ഇ എസ്ഒ അതിൻ്റെ കൂടെ റൂട്ട് ഫോമിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഹീ, ഷീ, ഇറ്റ്, അതുപോലെ ഇപ്പോൾ ഒരു പേര് ഷെഫീഖ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വരുന്ന പ്രസൻറ്റ് ടെൻസിൽ വേർബിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചേർക്കണം? എസ് ചേർക്കണം. ഓർമ്മിച്ച് വെക്കണം, പ്രസൻറ്റ് ടെൻസിൽ വേർബിൻ്റെ കൂടെ എന്ത് ചെയ്യണം? എസ് ചേർക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിൽ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ, അതുപോലെ തന്നെ വി ആണ്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ യു ആണ്. തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിലെന്ത് ചെയ്യുന്നുണ്ട്? തേർഡ് പേഴ്സൺ സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഹീ, ഷീ, ഇറ്റ് എന്ന് പറയുന്നു. പ്ലൂറൽ എന്ന് പറയുമ്പോൾ അത് ദൈ, അതുപോലെ തന്നെ എന്ത് പറയുന്നുണ്ട്? വി എന്നും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഓർമ്മിച്ച് വെക്കുക, ഇത് പോകരുത് കേട്ടോ. അപ്പോൾ ഈ സംഭവത്തിൽ എ പുവർ വിമൺ പഠിക്കുന്നു, ടു റൈറ്റ്. അതുപോലെ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ഡു ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ദൈ ലവ് എന്നേ പറയുന്നുള്ളൂ. ഹീ ആണെങ്കിൽ എന്താ പറയുക? ഹീ ലവ്സ് എന്ന് പറയാം. ദൈ ലവ് എന്നേ പറയുള്ളൂ. ദെൻ ഇൻ ക്ലോസീസ് വിത്ത് ടൈം വേർഡ്സ് ലൈക്ക് വെൻ, വെനെവർ, ആഫ്റ്റർ. ഇതിനൊക്കെ ശേഷം സാധാരണ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സിംഗുലർ ഫോമാണ് എന്ത് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ പ്രസൻറ്റ് ഫോമാണ് ഉപയോഗിക്കുന്നത്. വെനെവർ, എപ്പോഴാണോ മഴ പെയ്യുന്നത്, ദ റൂഫ് എന്ത് ചെയ്യും? മേൽക്കൂര എന്ത് ചെയ്യും? ലീക്ക് ഉണ്ടാവും. പിന്നെ ഐ വിൽ കം ഹോം ആഫ്റ്റർ ഐ ഫിനിഷ് മൈ വർക്ക്. ഞാൻ ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? വീട്ടിലേക്ക് വരും. അപ്പോൾ ആഫ്റ്റർ, വെനെവറൊക്കെ വന്നു കഴിഞ്ഞാൽ, വെനെവർ വന്നാൽ, ആഫ്റ്റർ വന്നാൽ, അൺടിൽ വന്നാലൊക്കെ എന്താണ്? നമ്മുടെ പ്രസൻറ്റ് ടെൻസാണ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ വേറെ ഒന്നാണ് ഹാബിച്വൽ ആക്ഷൻ ആൻഡ് യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ദൈനംദിനമായി ചെയ്യുന്ന കാര്യങ്ങൾ യൂണിവേഴ്സൽ ട്രൂത്ത്, എന്ത് പറയുന്നുണ്ട്? സാർവത്രികമായ കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഉപയോഗിക്കുക? സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കുക.